നമ്മുടെ നടന വിസ്മയം പ്രിയപ്പെട്ട ലാലേട്ടൻ മലയാളത്തിൽ കത്തിക്കയറുന്ന ഒരു നടനാണെങ്കിലും ചിലപ്പോഴൊക്കെ അന്യഭാഷകളിൽ പോയി മോശം സിനിമകളിൽ അഭിനയിക്കാറുണ്ട്. അതൊക്കെ പലപ്പോഴും ട്രോളുകൾ ഏറ്റുവാങ്ങാറുമുണ്ട്. ലാലേട്ടനെ പോലെ ഇത്രയും കഴിവുള്ള ഒരു താരത്തെ എന്തുകൊണ്ടാണ് അന്യഭാഷക്കാർ ശരിയായി മുതലാക്കാത്തതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ അന്യഭാഷകളിൽ ഇരുത്തം വന്ന വളരെ മനോഹരമായ കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ചില തെലുങ്ക് സിനിമകളിലൊക്കെ പോയി അദ്ദേഹം അഭിനയിക്കുന്നത് വളരെ മോശമായ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള താരമൂല്യമുള്ള ഒരു വ്യക്തിക്ക് ചേരാത്ത വേഷങ്ങളാണ് അദ്ദേഹം പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു ചിത്രമാകും എന്ന് ആരാധകർ കരുതിയിരുന്ന ഒന്നാണ് വൃഷഭ. അതും ഒരു ട്രോൾ മെറ്റീരിയലാകും എന്ന് കരുതിയിരുന്ന ഒരു ചിത്രമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ടീസർ പുറത്തിറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര ടീസർ തന്നെയാണ് എന്നാണ് ആരാധകർ പറയുന്നത്. പലരും ട്രോളാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ടീസർ കണ്ട് അതിൽ വീണുപോയി എന്നാണ് പലരും കമൻറ്റ് ബോക്സുകളിൽ പറയുന്നത്. യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ മൊത്തം ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ്. അതായത് വളരെ മോശമാണ് എന്ന് കരുതി വന്നു, പക്ഷേ ബിരിയാണി കിട്ടിയ പ്രതീതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും കമൻറ്റുകൾ എഴുതുന്നത്. ഈ ടീസറിൽ കാണിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് മനോഹരമായ ഒരു സിനിമ, ഒരു ബാഹുബലി ലെവൽ സിനിമ എന്നൊക്കെയാണ് പലരും പറയുന്നത്. അത്തരത്തിലുള്ളൊരു സിനിമയാണെങ്കിൽ ഈ സിനിമ വളരെ മാരകമായ ഒരു വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദകിഷോറാണ് ഈ ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. ശോഭ കപൂർ, ഏക്താ കപൂർ, CK പത്മകുമാർ, വരുൺ മാത്തൂർ, സൗരഭ് മിശ്ര, അഭിഷേക് വ്യാസ്, വിശാൽ ഗുർനാനി, ജൂഹി പരേഖ് മേത്ത എന്നിവർ ചേർന്നാണ് ഈ പാൻ ഇന്ത്യൻ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ തുല്യമായ കഥ പറച്ചിലിനെ പുനർനിർവചിക്കാൻ പാകത്തിലാണ് ഇത് ഒരുക്കുന്നതെന്ന് അണിയറക്കാർ പറയുന്നു. ഈ സിനിമ കേരളത്തിൽ പ്രദർശനത്തിനെത്തിക്കുന്നത് ആശീർവാദ് ഫിലിംസ് ആണ്. ഇത് വൻ ക്യാൻവാസും താരനിരയുമുള്ള ഒരു ചിത്രം തന്നെയാണ്. ഇത് ഒരു പുരാണ കഥയാണ് പറയുന്നത്. വളരെ വൈകാരികമായ അംശങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു പുരാണ കഥ തന്നെയാണ് ഇത്. ഒരു അച്ഛൻ മകൻ ബന്ധം, അതാണ് ഇതിനകത്ത് പ്രത്യേകമായി അവതരിപ്പിക്കുന്നത്. ഇതിൽ ടീസർ കണ്ടാൽ തന്നെ നമുക്കറിയാം മോഹൻലാൽ വളരെ ഗംഭീരമായ ഒരു ലുക്കിൽ, ഒരു അസൽ ക്ഷത്രിയൻ്റെ പ്രൗഢിയുള്ള ഒരു ലുക്കിലാണ് അദ്ദേഹം ഇതിലെ ടീസറിൽ എത്തുന്നത്. വളരെ മനോഹരമായി യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവിൻ്റെ, വളരെ ധീരമായി യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവിൻ്റെ ഭാവങ്ങൾ ആവാഹിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. ഈ ചിത്രത്തിൻ്റെ ടീസറിൽ മികച്ച ഒരു സിനിമയായിരിക്കുമെന്നാണ് ഈ ടീസർ വിളിച്ചു പറയുന്നത്. മികച്ച ഛായാഗ്രഹണം, മികച്ച ആക്ഷൻ രംഗങ്ങൾ, മികച്ച അഭിനേതാക്കൾ, അങ്ങനെ ഈ ചിത്രം വളരെ മനോഹരമായ ഒരു വിസ്മയ കാഴ്ചയായി മാറുമെന്നുള്ള പ്രതീക്ഷ ഇതാ ഈ ടീസർ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. രാഗിണി ദ്വിവേദി, സമർജിത് ലങ്കേഷ് എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. ഈ ചിത്രം ഒരുപക്ഷെ മോഹൻലാൽ അഭിനയിച്ച, അല്ലെങ്കിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച ഒരു സിനിമയുടെ ഏറ്റവും വലിയ ബഡ്ജറ്റായിരിക്കും എന്നാണ് തോന്നുന്നത്. ഏകദേശം 200 കോടി രൂപയുടെ ബഡ്ജറ്റിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഈ ചിത്രം ഒരു മലയാളം, തെലുങ്ക് ദ്വിഭാഷ ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നത്. കൂടാതെ തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലേക്കും ഈ ചിത്രം മൊഴി മാറ്റിയെത്തുന്നു. ഒക്ടോബർ 16 ഈ ചിത്രം തിയേറ്ററിലെത്തുന്നത്. ഒരുപക്ഷെ മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായി ഈ വൃഷഭ മാറുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മോഹൻലാൽ ഒരു ഇതിഹാസ കഥാപാത്രമായി സ്ക്രീനിലെത്തുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രതീക്ഷകൾ വളരെ 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 വലുതാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമാ രംഗം മുഴുവൻ ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. VFXനും ഇമോഷൻസിനും എല്ലാം വളരെ പ്രാധാന്യമുള്ള ഒരു ചിത്രമായാണ് വൃഷഭ എത്താൻ പോകുന്നത്. മോഹൻലാലിൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു രാജാവായി അഭിനയിക്കുന്നത് എന്ന ഒരു പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബ്ലോക്ക് ബസ്റ്ററുകളുമായി ഇൻഡസ്ട്രിയിൽ കളം നിറയുകയാണ് മോഹൻലാൽ. ഒരുപക്ഷെ എമ്പുരാന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെ ബോക്സ് ഓഫീസിൽ ഇടറി വീണപ്പോൾ എമ്പുരാൻ മുതൽ തുടരും, പിന്നീട് ഹൃദയപൂർവ്വം എല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതും എമ്പുരാനും തുടരും എന്ന സിനിമകൾ വളരെ വലിയ വിജയങ്ങൾ നേടിയപ്പോൾ ഹൃദയപൂർവ്വം ഒരു സൂപ്പർ ഹിറ്റിൽ ഒതുങ്ങിയെങ്കിൽ പോലും അതും കളക്ഷനിൽ വളരെ മികവ് പുലർത്തി. ഏറ്റവും രസകരമായ കാര്യം, മോഹൻലാലിൻ്റെ ഇത്തരം തെലുങ്ക് സിനിമകളെല്ലാം തന്നെ പ്രതീക്ഷ തരാതെ കടന്നുപോയത് കൊണ്ട് തന്നെ ഈ ചിത്രത്തിൻ്റെ മുൻപ് വന്ന അപ്ഡേറ്റുകൾക്കെല്ലാം തന്നെ വളരെ തണുത്ത പ്രതികരണമാണ് ലഭിച്ചത്. എന്നാൽ ഈ ടീസർ കണ്ടതോടുകൂടി ആരാധകർ സത്യം പറഞ്ഞാൽ ചൂടായിരിക്കുകയാണ്. അത്രമാത്രം പ്രൊഡക്ഷൻ ക്വാളിറ്റി, അത്രമാത്രം നല്ല മേക്കിങ്ങിലാണ് ഈ ടീസർ പുറത്തുവിട്ടിരിക്കുന്നത്.
യോദ്ധാവിന്റെ വേഷത്തിൽ ലാലേട്ടൻ ഞെട്ടിച്ചു എന്നാണ് ആരാധകർ പറയുന്നത്. ഈ കഥ 2 കാലഘട്ടങ്ങളിൽ നടക്കുന്ന കഥയാണെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ഒരുപക്ഷെ ഈ പ്രായത്തിലും വളരെ മനോഹരമായ ആക്ഷൻ കൈകാര്യം ചെയ്ത് മോഹൻലാൽ കയ്യേടി നേടുകയാണ്. ഈ ചിത്രത്തിന്റെ ഓൺലൈൻ മുൻജന്മത്തിൽ തന്റെ ശത്രുവായിരുന്നയാൾ വർത്തമാനകാലത്ത് ഈ ജന്മത്തിൽ മകനായി പിറക്കുന്നു എന്നതാണ് ഒരുപക്ഷെ ഈ വർഷത്തെ ഏറ്റവും നല്ല ഹിറ്റുകളിൽ ഒന്നാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ബോളിവുഡിലെ മികച്ച മുൻനിര പ്രൊഡക്ഷൻ കമ്പനിയായ ബാലാജി ടെലിഫിലിംസ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. സാം CS ആണ് ഇതിൻ്റെ സംഗീതം. അത് ഒരുപക്ഷെ ഈ ടീസറിൻ്റെ പോസിറ്റീവായിട്ടാണ് പലരും പറയുന്നത്. ഏറ്റവും രസകരമായ കാര്യം യൂട്യൂബിലെ കമൻറ്റുകളാണ്. അതിൽ ഓരോരുത്തർ എഴുതിയ കമൻറ്റുകൾ പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. ശോകമാകുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് സംഭവം കൊള്ളാം. മറ്റൊരാൾ എഴുതുന്നു, കണ്ണപ്പ പോലൊരു സാധനമാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഇത് തീപ്പൊരി ഐറ്റമായിട്ടാണ് തോന്നിയത്, ഇത് കത്താൻ ചാൻസ് ഉണ്ട്. മറ്റൊരാൾ എഴുതുന്നത്, പ്രതീക്ഷയില്ലാതെയാണ് വന്നത്, എൻ്റെ അമ്മോ തീ ഐറ്റം. ഇനി മറ്റൊരു വ്യക്തി എഴുതുന്നത്, കൊല്ലി വിഷ്വൽസ് ലാലേട്ടൻ, പിന്നെ സൗണ്ട് ഡിസൈൻ റസൂൽ പൂക്കുട്ടി, BGM സാം CS, ആക്ഷൻ കോറിയോഗ്രഫി പീറ്റർ ഹൈൻ. ഏത് പൊളിക്കും, 2025 തൂക്കി ട്രോളാൻ വേണ്ടി ഇരുന്നതാ, പക്ഷെ കിടു സാധനം, ഇത്രയും പ്രതീക്ഷിച്ചില്ല. വിചാരിച്ച പോലെ അല്ലല്ലോ, കൊള്ളാം. ട്രോളാൻ വേണ്ടി കണ്ടതാണ്, ഇത് ഞെട്ടിച്ചു കളഞ്ഞു. ഫ്രെയിംസ് കിടു തന്നെ, പടവും കെടുക്കണം. ഐ ലവ് മോഹൻലാൽ ഫ്രം കർണാടക, സൂപ്പർ ടീസർ. മേക്കിംഗ് ആൻഡ് വിഷ്വൽസ് തീ, സ്ക്രിപ്റ്റ് കൂടി അടിപൊളിയായ ലാലേട്ടൻ ബോക്സ് ഓഫീസ് വീണ്ടും കത്തിക്കും. ഒട്ടും പ്രതീക്ഷയില്ലാതെ കണ്ടു, ഞെട്ടിച്ചു. ചെറിയൊരു സംഭവം പ്രതീക്ഷിച്ച് വന്നു, കിട്ടിയത് കൊല്ലി ഐറ്റം. ട്രെയിലർ വരുമ്പോൾ ട്രോളാൻ വേണ്ടി കുറേ ആളുകൾ നോക്കി, പക്ഷേ ഏട്ടൻ തൂക്കി. അങ്ങനെ നിരവധി കമൻറ്റുകൾ, ഏകദേശം ഇതേ ആശയത്തിലെ കമൻറ്റുകളാണ് മുഴുവൻ വന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എല്ലാവർക്കും തന്നെ ഈ ടീസർ ഇഷ്ടപ്പെട്ടു എന്നാണ്. ഇനി സിനിമ കൂടി കത്തിക്കഴിഞ്ഞാൽ മോഹൻലാലിനെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ പിടിച്ചാൽ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോകുന്നത്. അത്രമാത്രം മോഹൻലാൽ കളം നിറഞ്ഞ് കളിക്കുകയാണിപ്പോൾ.